ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 7ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? എല്ലാവരും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നീ കുറച്ച് മുമ്പ് വലിയൊരു ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയല്ലോ. നിനക്കറിയാലോ ക്രൈം പാർട്ട്നേഴ്സിനെ? അധികം കളിച്ച നീ വിവരം അറിയും. ക്രൈം പാർട്ട്നേഴ്സിലെ ഒരുത്തൻ വന്ന് പറഞ്ഞോടായി പറഞ്ഞു. ഹലോ സേട്ടാ, അധികം ഭീഷണി വേണ്ട. ഇവൾ പഴയ പറഞ്ഞല്ല. ഇവളെ പറഞ്ഞ് ചോദിക്കാനും പറയാനും ഇപ്പം ആളുണ്ട്. ദേവദത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഫസ്റ്റ് ഇയർ ബികോമിലെ രമ്യയെ അവളുടെ സീനിയേഴ്സ് ടാഗ് ചെയ്യുന്ന കരയിപ്പിച്ചപ്പോൾ കോളേജിൽ വന്ന് അടിയുണ്ടാക്കിയ ഒരു ചേട്ടനെ നിങ്ങൾക്കറിയാലോ. അയാളുടെ കെട്ടിയോളാണ് ഈ ഇരിക്കണേ. കൂട്ടുകാരൻ്റെ അനിയത്തെ റാഗ് ചെയ്തേന്ന് ഇവിടെ വന്നിട്ട് അവൾക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ ഭീഷണിപ്പെടുത്തിയ ദേവതേട്ടൻ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ചേട്ടൻ ഭീഷണി ഒന്നും ഇവിടെ ഇറക്കണ്ടാട്ടാ. വർണ്ണയുടെ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞതും ആ പയ്യൻ ദേഷ്യത്തോട് തിരികെ പോയി. നിനക്ക് ദത്തനെ അറിയോ? വർണ്ണ അവളെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു. ഓ, അപ്പൊ സ്വന്തം നാട്ടിലുള്ള ഞങ്ങളെ തമ്പുരട്ടിക്ക് അറിയില്ല അല്ലേ? അവൾ ചോദിച്ചു. അല്ല, ക്രൈം പാർട്ട്നേഴ്സിലെ പെൺസിംഹത്തിന് നമ്മളൊന്നും കണ്ണി പിടിക്കില്ലാടി. അപ്പൊ നമ്മളെയൊക്കെ എങ്ങനെ അറിയാനാ? മറ്റേ പെൺകുട്ടി പറഞ്ഞു. ബസ്സിൽ വെച്ചിട്ട് കണ്ടിട്ട്, പക്ഷെ പേരൊന്നും അറിയില്ല, വർണ്ണ പറഞ്ഞു. അതെങ്ങനെ അറിയാനാ? ഞങ്ങൾക്കിട്ട് പരിചരാനല്ലാതെ ഞങ്ങളോടൊന്നും നീ വഴിക്ക് വരാറില്ലല്ലോ. എടി അനുവേ, ക്രൈം പാർട്ട്നേഴ്സിലെ മഹാറാണിക്ക് നമ്മളെ ഒന്നും പരിചയപ്പെടുത്തി കൊടുത്തേ. ഞാൻ അനുരാധ, ഇവള് വേണി, ആ കുട്ടി പറഞ്ഞു. ഒരു കണ്ണാടി വെച്ച് നെറ്റിയിൽ വട്ടപ്പൊട്ടൊക്കെ വെച്ച ഒരു സാധു പെൺകുട്ടി. ശേഷം പറഞ്ഞ വേണി ഒന്ന് നോക്കി. അവൾ ഇത്തിരി ഫ്രീക്കാണ്. മുടി ചെറുതായിട്ട് കളറൊക്കെ ചെയ്തിട്ടുണ്ട്. കാതിൽ വലിയ കമ്മൽ, നീട്ടി എഴുതിയ കണ്ണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവളുടെ കാര്യം കഷ്ടായില്ല അനുമോളെ. സ്വന്തം ഫ്രണ്ട്സ് തന്നെ തള്ളിപ്പറയുകയെന്നൊക്കെ വെച്ചാ അതും ക്രൈം പാർട്ട്നേഴ്സ് തന്നെ. അവളെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ വേറെ ആരെങ്കിലും അവൾ കൂട്ടത്തിൽ കൂട്ടുമോ? വേണി ഇടം കണ്ണിട്ട് പറഞ്ഞേ നോക്കി അനുവിനോടായി ചോദിച്ചു. അത് ശരിയാ വേണി, ഇവളാരും കൂട്ടത്തിൽ കൂട്ടില്ല, ഒറ്റപ്പെടുത്തും. എന്ത് ചെയ്യാനാ ഇവളുടെ വിധി? അനുവും പറഞ്ഞു. അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് ശവത്തെ കുത്താതിരിക്കുന്ന നാറികളെ, വർണ്ണ കലിപ്പോടെ പറഞ്ഞു. ഞങ്ങൾ കുത്തും. നിന്റെ ഇളനീർ കുഴമ്പ് പ്രയോഗത്തിലെ എൻ്റെ ഈ പാവം മത്തങ്ങ കണ്ണുകളെ ഇരയായതാ. അതുകൊണ്ട് ഞാൻ ഇനിയും കുത്തും. കണ്ണട ഊരിക്കൊണ്ട് അനു പറഞ്ഞതും വർണ്ണ പൊട്ടിച്ചിരിച്ചു. ഹോ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ എൻ്റെ ഭഗവതി. വേണി നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞതും അവർ 3 പേരും കൂടെ ഒരുമിച്ച് ചിരിച്ചു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വേണി, അനുരാധയും വർണ്ണയും കൂട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്രൈം പാർട്ട്നേഴ്സിന്റെ പേരും പറഞ്ഞ് അനുവും വേണി അവളെ കളിയാക്കുമായിരുന്നു. നീ എന്താ കഴിക്കാൻ വരുന്നില്ലേ? ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയതും ബാഗിൽ നിന്നും പാത്രം എടുത്തുകൊണ്ട് വേണി ചോദിച്ചു. ഇല്ല, ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾ പോയി കഴിച്ചോ? അതിനെന്താ, നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാലോ, വാ. അനു അവളെ വിളിച്ചു. എനിക്ക് വിശക്കുന്നില്ല, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ, വർണ്ണ പറഞ്ഞു. നീ അവളെ നിർബന്ധിക്കണ്ടാനു. അവളുടെ ദത്തേട്ടന് ഉച്ചയ്ക്ക് കഴിച്ചു കാണോ എന്നറിയാത്തതുകൊണ്ട് അവള് കഴിക്കാത്തേ. വേണി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. വാ പോവാ. അത് പറഞ്ഞു വേണിയുടെ കയ്യിലുള്ള പാത്രം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. ഗ്രൗണ്ടിന് ചേർന്നുള്ള മരച്ചൂട്ടിലിരുന്നാണ് അവർക്ക് ഫുഡ് കഴിച്ചത്. വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ വിശക്കുന്ന സമയത്ത് എന്തോരം കഴിക്കും? പറഞ്ഞ കഴിക്കുന്നത് നോക്കി അതിന് കളിയാക്കി. വിശക്കാതെയൊന്നും അല്ലടി, ഇത് ഞാൻ പറഞ്ഞത് തന്നെ കാര്യം. ദത്തം കഴിച്ചു കാണുമെന്ന് അറിയാത്ത കാരണമായിരിക്കും അല്ലേടി? വേണി ചോദിച്ചും പറഞ്ഞ അതേ എന്ന രീതിയിൽ തലയാട്ടി. പിന്നെ അതൊന്നല്ല, ഇവരെ കൂടെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞേ. ദത്തൻ എന്നെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല, പിന്നെ എന്തിനാ ഞാൻ അവനോർത്തിരിക്കണേ? അവൾ കഴിക്കുന്നതിനിടയിൽ മനസ്സിൽ വിചാരിച്ചു. നീ എങ്ങനെ തിരിച്ചു പോവെന്ന് പറഞ്ഞേ? ദത്തം കൂട്ടാൻ വരുവോ? ഇല്ല, ഞാൻ ബസ്സിലാ പോണേ. പക്ഷെ എനിക്കിവിടെ 1-2 ഷോപ്പുകളിലൊന്ന് കയറണം. അതെന്തിനാ, സാധനങ്ങൾ വാങ്ങിക്കാനാണോ? അല്ല, എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടുമെന്നറിയാനാ. നിനക്കാ ജോലിയാ? അതെന്തിനാ? ദത്തേട്ടൻ നോക്കില്ലേ നിന്റെ കാര്യങ്ങളൊക്കെ? പാത്രം കഴുകുന്നതിനിടയിൽ വേണി ചോദിച്ചു. അതെ, എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ഞാനും അവനും തമ്മിൽ നല്ല ടൈംസിലല്ല. ഒരുമിച്ച് ഒരു വീട്ടിലാണെങ്കിലും മിക്കവാറും ഞങ്ങൾ കീരിമ്പാൻ പോവാ. എൻ്റെ കാര്യം അന്വേഷിക്കാൻ അവനോ അവൻ്റെ കാര്യം അന്വേഷിക്കാൻ ഞാനോ പോവാറില്ല. പിന്നെ എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് വാങ്ങി തരുന്ന ഒരു ബന്ധം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ. അപ്പൊ നീ രാവിലെ ക്രൈം പാർട്ട്നേഴ്സിനോട് പറഞ്ഞതോ? തള്ളു, വെറും തള്ളു. അവരോട് അങ്ങനെ മറുപടി പറഞ്ഞാലേ ഞാൻ ആകെ ചമ്മിപ്പോവില്ലേ?
ഇതിപ്പോ തന്നെ അവരുടെ ടീമിൽ നിന്ന് ഞാൻ സ്വയം പോയതാന്നല്ലേ വരുള്ളൂ, അവൾ പറഞ്ഞു. അനു, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സ്റ്റാഫിന് വല്ല ഒഴിവുണ്ടോ എന്ന് ചോദിക്കാം, വേണി പറഞ്ഞു. അറിയില്ല, വൈകുന്നേരം പോകുമ്പോ ചോദിക്കാം. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടോ? പറഞ്ഞ അത്ഭുതത്തോട് ചോദിച്ചു. അത് പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ്. നിങ്ങളും ജോലി ചെയ്യുന്നുണ്ടോ? പിന്നില്ലാതെ. ഇവിടുത്തെ ഫീസ് എങ്ങനെ അടയ്ക്കാനാ? 2 മാസം കൂടുമ്പോൾ 15,000 രൂപ എണ്ണി കൊടുക്കണ്ടേ, അനു പറഞ്ഞു. അന്ന് നിങ്ങൾ പോകുമ്പോൾ ഞാനും വരാം, എനിക്കും ജോലി വല്ലതും കിട്ടുമെന്നറിയാലോ. ശരി, അവൾ തീരുമാനിച്ചു. തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചു. താഴെ ബില്ലിംഗ് സെക്ഷനിലായി ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അനുവിൻ്റെയും വേണിയുടെയും റെക്കമെൻഡേഷനിൽ വർണ്ണയ്ക്ക് അവിടെ പാർട്ട് ടൈം ജോലി കിട്ടി. ഡ്രസ്സിംഗ് സെക്ഷനിൽ അനുവും സ്റ്റേഷനറി സെക്ഷനിൽ വേണിയും ആയിരുന്നു. വർണ്ണയ്ക്ക് താഴെ എൻട്രൻസിലും. രാവിലെ 8:30 മുതൽ 9:30 വരെയും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് 3:30 മുതൽ 5 വരെയാണ് ഡ്യൂട്ടി ടൈം. വൈകുന്നേരം 5 മണിയായതും അവർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് ഓടിയാലേ വീട്ടിലേക്കുള്ള ബസ് കിട്ടൂ. എങ്ങനെയോ കഷ്ടപ്പെട്ട് അവർ ബസ്സിൽ കയറി. വൈകുന്നേരം ആയതുകൊണ്ട് ബസ്സിൽ നല്ല തിരക്കാണ്. അവർ 3 പേരും എത്താത്ത കമ്പിയിൽ കഷ്ടപ്പെട്ട് തൂങ്ങിപ്പിടിച്ചു നിന്നു. അവർ 3 പേരും കണ്ടക്ടർക്ക് പൈസ കൊടുത്തു. ഇതിലാരോ വർണ്ണ? കണ്ടക്ടർ ചോദിച്ചു. ഞാനാ. പൈസ വേണ്ട, തൻ്റെ 1 മാസത്തെ ചാർജ് ദത്തൻ തന്നിട്ടുണ്ട്. അത് പറഞ്ഞ് വാങ്ങിച്ച പൈസ തിരികെ കൊടുത്ത് അയാൾ പറഞ്ഞു. പിന്നെ അവിടുന്ന് ബസ് സ്റ്റോപ്പ് എത്തുന്നവരെ അനുവും വേണിയും ഓരോന്ന് പറഞ്ഞ് വർണ്ണയെ കളിയാക്കുമായിരുന്നു. വീട്ടിലേക്ക് 15 മിനിറ്റ് നടക്കാനില്ലേ, അതുകൊണ്ട് നമുക്ക് കോലുമിഠായി വാങ്ങിയാലോ, അനു പറഞ്ഞു. നിങ്ങൾക്ക് നാണല്ലേ 10-20 വയസ്സായിട്ട് 1 രൂപയുടെ കോലുമിഠായി വാങ്ങി നടക്കാൻ? മ്ലേച്ചം. നമുക്ക് 3 രൂപയുടെ സിപ്പപ്പ് വാങ്ങാം. അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വർണ്ണ അവരുടെ കൈയും പിടിച്ച് വലിച്ച് പെട്ടിക്കടയിലേക്ക് ഓടി. ദത്ത, വാ, നമുക്ക് വരെ ചായ കുടിച്ചിട്ട് വരാം, കൂട്ടുകാര് അവനോട് പറഞ്ഞു. ഞാൻ ഇല്ലടാ, നിങ്ങൾ പോയിട്ട് വാ, കവലയിലെ കലുങ്കിലിരുന്ന് ദത്തൻ പറഞ്ഞു. എന്താടാ ദത്ത, നിനക്ക് പറ്റിയ? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. അത് നിനക്ക് മനസ്സിലായില്ലടാ ജിത്തു. അവനവന്റെ ഭാര്യയെ കാണാതെ വിഷമിച്ചിരിക്കുക. പുള്ളിക്കാരി കോളേജിൽ പോയിരിക്കല്ലേ, മറ്റൊരു കൂട്ടുകാരൻ കളിയാക്കി പറഞ്ഞു. അത് ശരിയാടാ, നമ്മുടെ മുമ്പിൽ അവളെ ഇഷ്ടമല്ല, സ്നേഹമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഇവൻ ഇരിക്കുന്നത് പോലെ അവൾ വരുന്നുണ്ടോന്ന് നോക്കിയാണ്, മറ്റൊരുത്തൻ പറഞ്ഞു. ഡാഷ് മോനെ, നീ വെറുതെ എനിക്കിട്ട് വെക്കല്ലേ, ഞാൻ അവളെ നോക്കിയൊന്നുമല്ല ഇവിടെ ഇരിക്കണേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ചായ കുടിക്കാൻ വരണം, അത്രയല്ലേ ഉള്ളോ, വാ നടക്ക്. കലിപ്പോടെ പറഞ്ഞ ദത്തൻ ചായക്കടയിലേക്ക് നടന്നു, കൂടെ മറ്റുള്ളവരും. ചേട്ടാ, എനിക്ക് റോസ് മതി. ചേട്ടാ, എനിക്ക് ഓറഞ്ച് മതി. എനിക്ക് മഞ്ഞ, വേണി പറഞ്ഞു. അവർ 3 പേരും സിപ്പപ്പും വാങ്ങി പെട്ടിക്കടയിൽ നിന്ന് ഇറങ്ങി. എടി, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എടി ഓറഞ്ച്, പറഞ്ഞ അനുവിൻ്റെ കയ്യിലുള്ളത് വലിച്ചു നോക്കി. കൊണ്ടുപോ. അനു അവളുടെ സിപ്പപ്പ് വർണ്ണയ്ക്ക് കൊടുത്തു. വർണ്ണ തൻ്റെ കയ്യിലുള്ളത് അനുവിനും കൊടുത്തു. വേണി അത് തട്ടിപ്പറിച്ച് തൻ്റെ കയ്യിലുള്ള മഞ്ഞ അനുവിന് കൊടുത്തു. ഓരോ ചളി പറഞ്ഞ് അവർ റോഡിലൂടെ നടന്നു. പരിസരം പോലും മറന്ന് ഉറക്കെ വർത്തമാനം പറഞ്ഞ് ചിരിച്ചു മറിഞ്ഞാണ് 3ന്റെയും വരവ്. ദത്ത, ആ വരുന്നത് നിന്റെ കെട്ടിയോളല്ലേ? ചായക്കടയിലിരുന്ന് ജിത്തു റോഡിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏതാടാ? ഞാൻ ഇതുവരെ ദത്തന്റെ ഭാര്യ കണ്ടിട്ടില്ല. കൂട്ടത്തിൽ മറ്റൊരുത്തനും പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ 3 പെൺകുട്ടികൾ വരുന്നില്ലേ, അതിലാറ്റത്തത്, ജിത്തു പറഞ്ഞു. ഏതാ പീക്കിരിയാ? എടാ ദത്ത, നീ പ്രായത്തിൽ ബാലവിവാഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ. ഈ സ്കൂൾ കുട്ടിയൊക്കെ കല്യാണം കഴിച്ചിട്ട് നിനക്ക് ഇപ്പോഴും അവളെ സ്കൂളിൽ കൊണ്ടാക്കാൻ നേരം കാണുള്ളോ. അവനത് പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. എന്നാൽ അവർ പറഞ്ഞൊന്നും ദത്തൻ കേട്ടുപോലും ഉണ്ടായിരുന്നില്ല. അവന്റെ ശ്രദ്ധ മുഴുവനും റോഡിലൂടെ കളിച്ച് ചിരിച്ചു പോകുന്ന വർണ്ണയിലായിരുന്നു. എടാ, ഞാൻ ഇറങ്ങാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്, ദത്തൻ ബെഞ്ചിൽ നിന്ന് എണീറ്റുകൊണ്ട് പറഞ്ഞു. ഒപ്പം 2 പരിപാടിയും വീട്ടിലേക്ക് വാങ്ങിച്ചു. ദത്തോ, നിന്റെ മാറ്റം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പതിവില്ലാത്ത ഓരോ ശീലങ്ങള്. നടക്കട്ടെ. കോപ്പേ, നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. വാടച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ റോഡിലെ കാനയിൽ നിന്നും പറക്കിയെടുക്കേണ്ടി വരും. അത് പറഞ്ഞ് കലിയോടെ ദത്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് നിനക്കൊരു അടി പ്രതീക്ഷിച്ചു, പക്ഷെ ജസ്റ്റ് മിസ്. അത് ശരിയാണ്, സാധാരണ ദത്തൻ വാക്കിൽ ഒതുക്കാറില്ല ഒന്നും, തല്ലിലേ ഒതുക്കുള്ളോ. അവന്റെ മാറ്റത്തിന് കാരണം അവളാടാ, വർണ്ണ. ദത്തന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു വീക്ക് പോയിന്റ്.
ദത്തൻ പോകുന്ന നോക്കി ജിത്തു പറഞ്ഞു. എന്നാൽ അവർ പറയുന്നതെല്ലാം കേട്ട് പകയോടെ 2 കണ്ണുകളെ അവർ ശ്രദ്ധിച്ചില്ല. ദത്തൻ വീടിന് മുന്നിൽ വണ്ടി നിർത്തി അകത്തേക്ക് കയറി. വാതിൽ ചാരി ഇട്ടിട്ടേ ഉള്ളൂ. അകത്തേക്ക് അടുക്കളയിലും വർണ്ണയെ നോക്കിയെങ്കിലും എവിടെയും കാണാനില്ല. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി പുഴക്കടവിലേക്ക് നടന്നു. എവിടെ അവളെ കാണാനില്ല. ഇവളിത് വാതിലും തുറന്നിട്ടിട്ട് എവിടേക്കാ പോയേ? ദത്തൻ ചുറ്റും നോക്കി പറഞ്ഞതും തോളിൽ ആരോ തട്ടി വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ അതാ വർണ്ണ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കുളിക്കായിരുന്നു എന്ന് തോന്നുന്നു. മുഖത്ത് ഇവിടെയായി വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. മുടി ഒരു തോർത്തുകൊണ്ട് ചുറ്റി വെച്ചിട്ടുമുണ്ട്. ആരേതാ നോക്കുന്നേ? അവൾ ചിരിയോടെ ചോദിച്ചു. അത് ഞാനിവിടെ ഒരു സാധനം വെച്ചിരുന്നു, അത് നോക്കായിരുന്നു. എന്ത് സാധനം? അത് പിന്നെ ഒരു തെങ്ങ്. അതിപ്പോ ഇവിടെ കാണാനില്ല. തെങ്ങോ? ഇതാ കാണുന്ന തെങ്ങാണെന്ന് നോക്കിയേ. തേങ്ങയൊന്നുമില്ല, കുറച്ച് ചാണകവും പച്ചിലൊക്കെ ഇട്ട് കൊടുത്താ തഴച്ചു വളർന്നോളും അല്ലേ ദത്താ? അവൾ കുറച്ചപ്പുറത്തായി നിൽക്കുന്ന തെങ്ങിനെ ചൂണ്ടിക്കോട് പറഞ്ഞു. ആദ്യം വല്ലതും കഴിച്ച് നീ വളരാൻ നോക്ക്, എന്നിട്ട് തെങ്ങിനെ വളർത്താം. അത് പറഞ്ഞ അവൻ ഉമ്മറത്തേക്ക് നടന്നു. സത്യം പറ ദത്ത, നീ എന്നെ അന്വേഷിച്ചല്ലേ വന്നേ? എന്നെയല്ല അവിടെ തെരഞ്ഞേ. നിന്നെയോ? പിന്നെ എനിക്ക് വട്ടല്ലേ നിന്നെ അന്വേഷിക്കാൻ. നീ കള്ളം പറയോ? എനിക്കറിയാം. ദത്തൻ അത് കേൾക്കാത്ത വാതിലകത്തേക്ക് കയറിപ്പോയി. റൂമിൽ വന്ന അലമാര തുറന്ന് ഒരു ഷർട്ട് എടുത്തു. അപ്പോഴേക്കും പറഞ്ഞ പിന്നാലെ വന്നിരുന്നു. ദത്ത, ഞാനുണ്ടല്ലോ ഇന്ന് ക്ലാസ്സിലിരിക്കുമ്പോ ഉണ്ടല്ലോ ഒരു കാര്യം ആലോചിക്കായിരുന്നു. നീ ഒന്നും പറഞ്ഞില്ലേ പഠിച്ചു വലിയ ജോലി വാങ്ങിച്ച് ഇവിടെ നിന്നും പോകുന്ന കാര്യം? ദത്തൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനങ്ങനെ പോവുകയാണെങ്കിൽ നീ എൻ്റെ കൂടെ വരുമോ? നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കാം. നീ അവിടെ ഇരുന്നാൽ മതി, ജോലിക്കൊന്നും പോവണ്ട. ഞാൻ ജോലി എല്ലായിടത്തും നിന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഒപ്പം വരുമോ? ജോലിക്ക് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഞാൻ എന്താ നിന്റെ ഭാര്യ? വേണമെങ്കിൽ ഞാൻ ഒരു ചേഞ്ചിന് നീ എൻ്റെ ഭാര്യ ആയിക്കോ, എനിക്ക് നോ പ്രോബ്ലം. നീ ഒന്ന് പോയ വെറുതെ വട്ട് പറയാണ്ട്. വട്ടല്ല ദത്ത, സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഇതൊക്കെ ആലോചിച്ചിരിക്കാനാണോ നീ കെട്ടുമൊരുങ്ങി കോളേജിൽ പോണേ? മറുപടിയായി അവളൊരു വളിച്ച് ചിരിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞില്ല എന്ന് വേണ്ട. പൊന്നുമോളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പൊ തന്നെ കളഞ്ഞേക്ക്. എന്നിട്ട് പഠിച്ച് ജോലി വാങ്ങിച്ച് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. പോയില്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും, അത്ര തന്നെ. അത് പറഞ്ഞ അവൻ ഷർട്ട് അഴിച്ച് മറ്റേ ഷർട്ട് ഇടാൻ തുടങ്ങി. ദത്താ, അത് പറഞ്ഞ് അവൻ്റെ തൊട്ടരികിൽ വന്നതും അവൻ 2 അടി പിന്നിലേക്ക് നീങ്ങി. നീ ടാറ്റു ചെയ്തിട്ടുണ്ടോ? അവൻ്റെ നെഞ്ചിലെ മഹാദേവന്റെ ടാറ്റുവിലേക്ക് നോക്കി വർണ്ണ അനുഭവത്തോടെ ചോദിച്ചു. നീ എന്തൊക്കെ നോക്കാൻ വരണേ? അത് പറഞ്ഞ ദത്തൻ തിരിഞ്ഞു നിന്ന് ഷർട്ട് ഇട്ടു. പ്ലീസ് ദത്ത, ഞാൻ ശരിക്കും കണ്ടില്ല, ഒന്ന് കണ്ടോട്ടെ. അവൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല. അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി. എന്തൊരു ചാടിയാ? അത് പറഞ്ഞ് അവൾ തലയിൽ കെട്ടിയ തോർത്തഴിച്ച് തല തോർത്തി. ശേഷം തോർത്ത് കസേരയിൽ വിരിച്ച് തിരിഞ്ഞപ്പോഴാണ് ദത്തന്റെ ചെണ്ട അവളുടെ കണ്ണിൽ ഉടക്കിയത്. അവൾ അതിൽ ഒന്ന് തൊട്ടു. ഇത് നിറയെ പൊടിയാണല്ലോ. അവളൊരു തുണിയെടുത്ത് അതിലെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. ശേഷം അതിലെ കോലെടുത്ത് വെറുതെ ചെണ്ടയിലൊന്ന് കുട്ടി. ഡീ! ദത്തന്റെ അലർച്ച കേട്ട് അവൾ ഞെട്ടി. നിന്നോട് ആരുടെ ഇതിൽ തൊടാൻ പറഞ്ഞേ? കുറച്ച് സ്വാതന്ത്ര്യം തന്നൊന്നും കരുതി തലയിൽ കയറി നോക്കാൻ ഉണ്ടല്ലോ, ഞാൻ ചവിട്ടി പുറത്താക്കും. അത് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്നും കോല് ബലമായി വാങ്ങിച്ച് പുറത്തേക്ക് പോയി. അവൻ്റെ വാക്കുകൾ എന്തോ വർണ്ണയെ സങ്കടപ്പെടുത്തിയിരുന്നു. അവളൊന്നും മിണ്ടാതെ ബെഡിലേക്ക് ഇരുന്നു. കുറച്ചു കഴിഞ്ഞു ദത്തൻ്റെ വണ്ടി പടി കടന്നു പോകുന്ന ശബ്ദം അവൾ കേട്ടു. വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് ഉമ്മറത്തേക്ക് ഇരിക്കുമ്പോൾ അന്ന് ദത്തൻ്റെ കൂട്ടുകാരൻ ഫുഡുമായി വന്നു. ഒന്ന് ചിരിച്ചുകൊണ്ട് വേഗം തന്നെ അവൾ തിരികെ പോവുകയും ചെയ്തു. എന്നെ ചീത്ത പറഞ്ഞിട്ട് അവൻ ഫുഡ് കൊടുത്തയച്ചിരിക്കുന്നു, എനിക്കൊന്നും വേണ്ട അവൻ്റെ ഫുഡ്. അവൾ ഫുഡ് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് ബെഡിൽ വന്ന് കിടന്നു. രാത്രി ദത്തൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടാണ് വർണ്ണ കണ്ണു തുറന്നത്. രാത്രി ഒരുപാട് സമയമായിട്ടുണ്ട്. അവൾ എണീറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ദത്തൻ പതിവ് പോലെ ചാരിയിരിക്കുന്നുണ്ട്. നല്ലോണം കുടിച്ചിട്ടുമുണ്ട്. എന്താടി? ദത്തൻ അവളെ നോക്കി ചോദിച്ചതും വർണ്ണ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്റെ ചെണ്ടയിലെ പൊടി കണ്ടപ്പോൾ അത് വൃത്തിയാക്കാൻ നോക്കിയതാ. അപ്പോൾ വെറുതെ ഒരു രസത്തിനൊന്ന് കൊട്ടി നോക്കിയത്.
പക്ഷെ നീ ഞാൻ അതിൻ്റെ പേര് വെറുതെ വഴക്ക് പറഞ്ഞു. അതിന് താത്തൻ ഒറ്റ പിറകു ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അതിനെന്നെ ആവശ്യമില്ലാതെ ആരും വഴക്ക് പറയുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പകരം ചോദിക്കും. പറഞ്ഞത് താത്തൻ എൻ്റെ പുറത്ത് ശക്തിയായി ഒന്ന് അടിച്ച അകത്തേക്ക് ഓടി. തിരികെ അടിക്കാൻ പിന്നിലായി താത്തൻ ഓടിയെങ്കിലും അവൾ വേഗം വാതിലടച്ച് ലോക്ക് ചെയ്തു. ഓ, ഇപ്പോഴും മനസ്സിനൊരാശ്വാസമായി. ഇനി സ്വസ്ഥമായിട്ട് ഫുഡ് കഴിക്കാം. അത് പറഞ്ഞ് അവൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എൻ്റെ സ്വഭാവം എന്താണ്? രാവിലെ നേരത്തെ തന്നെ ഉറക്കം ഉണർന്നു. മുറ്റടിക്കുന്ന ശബ്ദം കേട്ട് ദത്തനും ഉറക്കം ഉണർന്നിരുന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം ദത്തൻ അകത്തേക്ക് പോയി കിടന്നു. ഇന്നലത്തെ കാര്യങ്ങളൊന്നും കാലന് ഓർമ്മയില്ല എന്ന് നന്നായി, അല്ലെങ്കിൽ എന്നെ ഭിത്തിയിലൊന്നും വലിച്ചെടുക്കേണ്ട വന്നേനെ. അവൾ വേഗം പണികളെല്ലാം തീർത്ത് കുളിക്കാൻ കയറി. കുളിച്ചു വരുമ്പോഴും റൂമിൽ ദത്തൻ നല്ല ഉറക്കത്തിലാണ്. അവൾ നേരെ അടുക്കളയിൽ നിന്നും കൂടമെടുത്ത് കിണറ്റിൻകരയിലേക്ക് നടന്നു. ദത്തൻ ഫോണിന്റെ റിങ് കേട്ടാണ് കണ്ണു തുറന്നത്. ഡിസ്പ്ലേയിൽ കണ്ട പേര് കണ്ട് അവൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ബെഡിൽ നിന്നും എണീറ്റ് അവൻ കുറച്ചു നേരം ചുമരി ചാരിയിരുന്നു. അപ്പോഴാണ് ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ചെണ്ട അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പൊടി പിടിച്ചാണ് ഇരിക്കുന്നത്. അവനൊരു പഴയ തുണിയും ചെണ്ടയും എടുത്ത് ഉമ്മറത്തെ സ്റ്റെപ്പിൽ വന്നിരുന്നു. റൂമിലേക്ക് വന്ന വർണ്ണ കോളേജിലേക്ക് പോകാൻ റെഡിയായി. സൂപ്പർ മാർക്കറ്റിലെ പാർട്ട് ടൈം ജോബിനെ കുറിച്ച് ദത്തനോട് പറയണം എന്നുണ്ടെങ്കിലും പിന്നെ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. ഉമ്മറത്തു നിന്നുള്ള മൂളിപ്പാട്ട് കേട്ട് വർണ്ണ ബാഗും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. മൂളിപ്പാട്ട് പാടി. അറിയില്ല ദത്ത, എനിക്ക് ഓർമ്മയില്ല. പിന്നിൽ നിന്നുള്ള വർണ്ണയുടെ ശബ്ദം കേട്ടെന്ന് ദത്തൻ പാട്ട് നിർത്തി. അത് നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും പറയാനുള്ള കടമ എനിക്കുണ്ടല്ലോ. ഞാൻ ഇറങ്ങാട്ടോ ദത്ത. ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്നും പറയണോ? പുറത്ത് പോകുമ്പോൾ ഡോർ ലോക്ക് ചെയ്യണം. റൂമിലൊന്നും വലിച്ചു വാരിയിടരുത്. പിന്നെ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. അത് പറഞ്ഞിട്ട് ചെരുപ്പിട്ട് അവൾ മുന്നോട്ട് കടന്നു. എന്തോ ഒരു കാര്യം മറന്നല്ലോ. മുന്നോട്ട് കടന്നു വന്ന വർണ്ണ തിരികെ വന്നു. ദത്ത, നീ ഒന്ന് എനിക്ക് എന്താ കാര്യം? കാര്യം പറയാതെ ഞാൻ എണീക്കില്ല. എനിക്ക് ദത്ത, അത്രയും അത്യാവശ്യ കാര്യ, പ്ലീസ്. വർണ്ണ അത് പറഞ്ഞു ദത്തൻ മടിയിലെ ചെണ്ട താഴേക്ക് വെച്ച് എണീറ്റു. ഞാൻ പോവാട്ടോ. അത് പറഞ്ഞു വർണ്ണ ദത്തനെ കെട്ടിപ്പിടിച്ചു. ശേഷം പുറത്തേക്ക് ഓടി. അവൾ ഓടിപ്പോകുന്നു നോക്കി അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ട് വേലിക്ക് അപ്പുറത്ത് നിൽക്കുന്ന സ്മിതയെ കണ്ടതും അവനൊരു ചളുപ്പ് തോന്നി. അവനത് മുഖത്ത് കാണിക്കാതെ ചെണ്ടയും എടുത്ത് ഗൗരവത്തിൽ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ ദത്തൻ്റെ മനസ്സും അലിഞ്ഞു തുടങ്ങി ഗൈസ്. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ഇവരെ റൊമാൻസ് ഒക്കെ കാണാൻ അടിപൊളിയായിരിക്കും അല്ലേ? രസമായിരിക്കും. അപ്പോൾ നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.